കംപ്ലൈൻ്റായി വന്നിരിക്കുന്നത് ഒരു സ്ട്രേഞ്ചറിൻ്റെ 700 വാട്ട്സ് ആംപ്ലിഫയറാണ്. അപ്പം ഇതിനകത്ത് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ആഡിയോ ഇടയ്ക്ക് മിസ്സായി പോയി, അതേപോലെ തന്നെ സൗണ്ട് വളരെ കുറവും. അതാണ് എൻ്റെ കംപ്ലൈൻറ്റ്. ആഡിയോ കട്ടായി പോകുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്യുമ്പോൾ ആഡിയോ ക്ലാരിറ്റിയും തീരെ കുറവാണ്. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമുക്ക് അഴിച്ച് അത് സർവീസ് ചെയ്യാൻ നോക്കാം. ചെക്ക് ചെയ്തപ്പം ഓഡിയോ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ വോളിയം കൺട്രോൾ ചെറിയ കരകരപ്പുണ്ട്. മാസ്റ്റർ വോളിയം കൺട്രോളിൻ്റെ അപ്പം തുറന്നിട്ടുണ്ട്. തുറന്ന് നമുക്ക് അതിൻ്റെ ആദ്യം ഇൻറ്റേർണൽ പാർട്സൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഈ ആംപ്ലിഫയറിൻ്റെ നമ്മുടെ ഇൻറ്റേർണൽ പാർട്സൊക്കെ ഒന്ന് കാണാം. ഇതിനകത്ത് ഈ ഭാഗത്താണ്, വലതു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ പവർ സപ്ലൈ സെക്ഷൻ വരുന്നത്. ഇതിനകത്ത് മെയിനായിട്ടൊരു ഹെവി ഒരു ട്രാൻസ്ഫോമറുണ്ട്. ഏകദേശം 36-40 വോൾട്ട് AC ഔട്ട്പുട്ട് കിട്ടും. അത് DC വരുമ്പോൾ ഏകദേശം 48-50 വോൾട്ടോളം DC ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ട്രാൻസ്ഫോമറാണത്. അതേപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ 2 ഉണ്ട്. 2 മെയിൻ ഫിൽട്ടർ കപ്പാസിറ്റേഴ്സ്. അതിൽ നിന്നും നമുക്ക് സപ്ലൈ ഡ്രൈവർ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റേഴ്സാണ് ഈ ഹീറ്റ് സിങ്കിനുള്ളിലാണ് നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററുകൾ വരുന്നത്. 2N3773 ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ. അതേപോലെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് ഒരു ഹെവി കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് എ സർക്യൂട്ട് ആയതുകൊണ്ട് തന്നെ ട്രാൻസിസ്റ്റർ നല്ല രീതിയിൽ ഹീറ്റാവും. അത് തണുപ്പിക്കാൻ വേണ്ടി നല്ലൊരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ആഡിയോ ട്രാൻസ്ഫോമറാണ് കാണുന്നത്. അതേപോലെ ഇതാണ് നമ്മുടെ ഡ്രൈവർ ബോർഡ്. ഔട്ട്പുട്ട് സെക്ഷനെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർ ബോർഡാണത്. ഡ്രൈവർ ബോർഡ് ഇത് നമ്മുടെ ഫ്രണ്ട് പാനലാണ്. ഫ്രണ്ട് പാനലിനകത്തായിട്ടാണ് നമുക്ക് VU മീറ്ററും ടോൺ കൺട്രോളും വരുന്നത്. VU മീറ്ററിന് സെപ്പറേറ്റ് ബോർഡും ടോൺ കൺട്രോളും ഒരു സെപ്പറേറ്റ് ബോർഡായിട്ടാണ് വരുന്നത്. നമ്മുടെ കംപ്ലൈൻറ്റ് വന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഫ്രണ്ട് പാനലാണ് ഇതിൻ്റെ എന്തോ കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ട് പാനൽ അഴിച്ചിട്ട് നമുക്ക് VU മീറ്റർ സെക്ഷനും അതേപോലെ തന്നെ വോളിയം കൺട്രോളും ടോൺ കൺട്രോൾ സെക്ഷൻ നമുക്കൊന്ന് പരിശോധിച്ചാലേ ഇതിൻ്റെ തകരാറ് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പം നമുക്ക് അതിനായിട്ട് അതിൻ്റെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഫ്രണ്ട് പാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡ്രൈവർ ബോർഡും ഔട്ട്പുട്ട് ട്രാൻസിസ്റ്ററൊക്കെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് ട്രാൻസിസ്റ്റർ 2N3773. ഇതാണ് അതിൻ്റെ നമ്പർ. 2 സൈഡിലും സെയിം നമ്പർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഡ്രൈവർ ബോർഡ്. ഡ്രൈവർ ബോർഡിൽ MJE 150-33 150-32 ഇതിൻ്റെ ഒരു 2 പെയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഒരു മെയിൻ വോൾട്ടേജ് റെഗുലേറ്റിങ്ങിന് ഒരു ട്രാൻസിസ്റ്ററും യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് ചെറിയ ട്രാൻസിസ്റ്ററുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ടോൺ കൺട്രോൾ സെക്ഷൻ നമ്മൾ സെപ്പറേറ്റ് ഫ്രണ്ട് പാനലിൽ നിന്ന് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ ഈ സ്പീക്കർ ഹോൺ സെലക്ടർ സ്വിച്ചാണത്. ഇത് സ്ട്രക്കാണ്. അപ്പോൾ അത് ആദ്യം ഒന്ന് കറക്റ്റ് ചെയ്യാം. നമ്മൾ അതിനായിട്ട് കോണ്ടാക്റ്റ് ക്ലീനിങ് സ്പ്രേ അടിച്ചിട്ട് ഒന്ന് കറക്റ്റ് ക്ലിയർ ആക്കി എടുക്കണം. സ്വിച്ച് ഡാമേജ് വലുതായിട്ട് കാണുന്നില്ല. അപ്പോൾ അത് തന്നെ നമുക്കത് കറക്റ്റ് ചെയ്ത് എടുക്കാം. അപ്പം കോണ്ടാക്റ്റ് ക്ലീനിങ് സ്പ്രേ ആണ്. ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് 2-3 പ്രാവശ്യം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഫ്രീ ആവുന്നതായിരിക്കും. അപ്പം ആദ്യം ആ വർക്കിലേക്ക് പോകാം. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാം. സ്പ്രേ അടിച്ച് ഇപ്പം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലോക്ക് ആവുന്നുണ്ട്. സ്വിച്ച് ഓണും ഓഫും കറക്റ്റായിട്ട് ആവുന്നുണ്ട്. സ്വിച്ച് വർക്കായിട്ടുണ്ട്. നമുക്ക് ഇനി ടോൺ കൺട്രോൾ സെക്ഷനിൽ എന്തെങ്കിലും ഫോൾട്ട് വല്ലതും വിഷ്വലി നമുക്ക് വല്ലതും കാണാനുണ്ടോ എന്ന് നോക്കാം. വിഷ്വലി നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് കംപ്ലൈൻറ്റുകളൊന്നും കാണുന്നില്ല. നേരത്തെ ആരോ ഒരു റെസിസ്റ്റർ മാറ്റിയതാണത്. അപ്പോൾ അത് അവിടെ പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല. വിഷ്വലി നോ പ്രോബ്ലം. അപ്പോൾ എവിടെയാണ് നമുക്ക് ഡ്രൈ ആയിട്ട് സോൾഡറിങ് വല്ലതും ഉണ്ടോ, ആഡിയോ എവിടെ മിസ്സാവുന്നുണ്ട്.
തട്ടിയും മുട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഓഡിയോ കറക്റ്റായിട്ട് കിട്ടുന്നു. നല്ല സമയം ഇതേപോലെ ഓഡിയോ കട്ടായി പോവുകയാണ്. അപ്പോൾ ഇത് എവിടെ പ്രോബ്ലം എന്നാണ് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ബോർഡാണ് നമ്മുടെ ഇവിടെ ഒരു റെസിസ്റ്റർ 100 ohmൻ്റെ റെസിസ്റ്റർ ആണെന്ന് തോന്നുന്നു. അത് കരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് പവർ സപ്ലൈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഒരു 1/2 വാട്ടോളം വരുന്ന വലിയ റെസിസ്റ്ററാണത്. അത് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. നമുക്ക് ഈ ബോർഡ് കൂടെ ഇളക്കി നമുക്ക് നോക്കുമ്പോഴേ എന്തെങ്കിലും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് എന്തായാലും നമുക്ക് ആ റെസിസ്റ്റർ മാറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ബോർഡ് ഒന്ന് ഇളക്കിയിട്ട് ആ റെസിസ്റ്റർ മാറി വേറെ എന്തെങ്കിലും തകരാറുകളുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓഡിയോ സിഗ്നൽ എവിടെ വെച്ചാണ് മിസ്സാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. വേറെ ഈ ആംപ്ലിഫയറിനകത്ത് വേറെ തകരാറുകളൊന്നും കാണുന്നില്ല. ഈ ഓഡിയോ സിഗ്നൽ എവിടെ വെച്ചോ ലൂസ് കോണ്ടാക്റ്റ് പോലുള്ള എന്തോ ഒരു വിഷയമാണ് കാണിക്കുന്നത്. അപ്പോൾ അതെവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം നമ്മുടെ സ്വിച്ച് കറക്റ്റ് ആയിട്ടുണ്ട്. സ്വിച്ച് ഇപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഓഡിയോ ലൈൻ എവിടെ മിസ്സാവുന്നു എന്നുള്ളത് നോക്കി കണ്ടുപിടിക്കണം. അത് ഞാൻ ആ റെസിസ്റ്റർ നമ്മൾ പുതിയതിട്ട് 100 ohmൻ്റെ ഒരു റെസിസ്റ്റർ 1 വാട്ടിൻ്റെയാണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. അത് ഞാൻ നോക്കിയപ്പോൾ അത് വ്യൂ മീറ്ററിന് പവർ സപ്ലൈ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു റെസിസ്റ്റർ ആയിരുന്നു. വ്യൂ മീറ്റർ സെക്ഷനിലേക്കുള്ള പവർ സപ്ലൈ ആ റെസിസ്റ്റർ വഴിയാണ് കയറി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ബോർഡ് മൊത്തത്തിലൊന്ന് പരിശോധിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതിൻ്റെ ഈ കണക്ടറുകളെല്ലാം ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു. ഈ കണക്ടറിൽ കൂടെയാണ് നമ്മുടെ ഓഡിയോ സിഗ്നൽ ടോൺ കൺട്രോളിലേക്ക് പോകുന്നത്. അപ്പോൾ അത് അടിയിൽ ഡ്രൈ ആയിരുന്നു, സോൾഡറിങ് ഡ്രൈ. അത് മാത്രമല്ല ആ കണക്ടർ തന്നെ ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു ഉള്ളിൽ. അപ്പോൾ അത് നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്കത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കുറേ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് ആ ഒരു ഭാഗം കണ്ടുപിടിക്കാൻ പറ്റിയത്. കണക്ടർ ഇങ്ങനെ ഡാമേജ് ആയിട്ടിരിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ കുറേ ഇതിൽ തപ്പിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ എല്ലാം മനസ്സിലായത്. ഈ ഫാൾട്ട് എവിടെയാണെന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. കണക്ടർ തന്നെ ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു. കണക്ടറിലെ പിന്ന് അങ്ങനെ ഇൻറ്റേർണലി ഡാമേജ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കണക്ടർ ഊരാൻ പറ്റാതെ അത് ഉരുകി അങ്ങനെ എന്തോ ഒരു ഡാമേജ് ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പിന്നെ കണക്ടർ ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് വയറുകളെല്ലാം സോൾഡർ ചെയ്തു. അവിടെ തന്നെ ഒരു പ്രിൻ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കണക്ടറിൻ്റെ അവിടെ. അതേപോലെ തന്നെ കണക്ടറിൻ്റെ സോൾഡർ ചെയ്യുന്ന ഭാഗങ്ങൾ പിന്നെ ബോർഡിൽ ഡ്രൈ സോൾഡർ ആയിരുന്നു. അതേപോലെ കണക്ടറിൻ്റെ ഭാഗം ഫുള്ള് ഡാമേജ് ആയിരുന്നു. അപ്പോൾ ഫുള്ള് കണക്ടർ ഒഴിവാക്കിയിട്ട് അത് ഡയറക്റ്റ് ബോർഡിലേക്ക് വയറുകൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു. ഇനി നമുക്ക് ഇതെല്ലാം ഫിക്സ് ചെയ്ത് നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോവാം. അപ്പം ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പം പ്രോബ്ലംസ് ഒന്നും കണ്ടില്ല. ഇനി നമുക്കിത് ഫുള്ള് അസംബിൾ ചെയ്ത് എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ, ഓഡിയോ സിഗ്നൽ എടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഫുള്ള് ഫ്രണ്ട് പാനലെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഇൻപുട്ടിൽ കേബിൾ കുത്തിയിട്ടുണ്ട്. കൈ കൊണ്ട് ടച്ച് ചെയ്ത് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഓഡിയോ സിഗ്നൽ വീഡിയോ മീറ്ററിൻ്റെ ലെവലിൽ കയറുന്നത് കാണാം നമുക്ക്. അപ്പോൾ നമ്മുടെ ആംപ്ലിഫയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലൈൻറ്റ്. എല്ലാവരും കണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഓരോ പ്രാവശ്യം വരുന്നതും ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റി കംപ്ലൈൻറ്റ്സുകളായിരിക്കും. അപ്പം വെറൈറ്റി ആയിട്ട് തോന്നുന്നതാണ് ഞാൻ എടുത്ത് വീഡിയോ ചെയ്യുന്നത്. കോമൺ ആയിട്ട് പല കംപ്ലൈൻറ്റുകളും വരാറുണ്ട്. ഇതേപോലുള്ള കംപ്ലൈൻറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാനും പാടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, പ്രയോജനപ്രദമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ഇതേപോലുള്ള ഇനിയും വെറൈറ്റി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.